പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? നന്നായിരിക്കുന്നുവോ? മനോഉല്ലാസത്തോടെ ഇരിക്കുന്നുവോ? എപ്പോഴും യഹോവയിൽ സന്തോഷമുള്ളവരായിരിക്കണം. കാരണം യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കൂടെയിരിക്കുന്നു. ഒരുവിധം തളർച്ച, ഒരുതരം അലസത, ഞാൻ എന്തു ചെയ്താലും ശരിയാവുന്നില്ല, എത്ര പ്രയാസപ്പെട്ടാലും ജയിക്കുവാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ഒരു വിഷമത്തോടെയാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? എന്തുകൊണ്ടാണ് എന്റെ കാര്യങ്ങളൊന്നും നടക്കാത്തത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും ബിസിനസ്സിൽ ലാഭമൊന്നുമില്ല. കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്താലും ഒരാത്മാവിനെ പോലും യേശുവിനായി നേടാൻ സാധിക്കുന്നില്ല. എത്ര പരിശ്രമിച്ച് പഠിച്ചാലും എനിക്ക് ജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുകയാണോ? യേശു പറയുന്നു, 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ, നിങ്ങൾ ധൈര്യമായിരിപ്പിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും എന്ന് യഹോവ പറയുന്നു. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ തളരാൻ അനുവദിക്കരുത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഒരു ലാഭവുമില്ല, ഒരു ബലവുമില്ല, ഒരു ജയവുമില്ല, എന്റെ ഒരു കാര്യത്തിനും അനുഗ്രഹമില്ല എന്ന് നിങ്ങൾ തളർന്നു പോകരുത്. തുടർന്ന് ചെയ്യൂ, ചെയ്യുന്ന കാര്യങ്ങളെ തുടർന്നും ചെയ്യൂ, ഉത്സാഹത്തോടെ ചെയ്യൂ, ഉത്സാഹത്തോടെ അധ്വാനിക്കൂ, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ബലമുണ്ടാകും എന്ന് യഹോവ പറയുന്നു. അപ്പോൾ തക്ക സമയത്ത് നിങ്ങൾ അതിന്റെ ബലം കാണും. ഉടൻ തന്നെ ബലം കണ്ടില്ല എന്ന് വരും. ചില സമയത്ത് നാം അധ്വാനിക്കുന്നതിന് ഉടനെ ബലമുണ്ടാകുന്നത് പോലെ തോന്നില്ല. എന്നാൽ തക്ക സമയത്ത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ബലമുണ്ട്, നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലമുണ്ട്. ഒരിക്കലും അത് വെറുതെയാവില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ ബലം നിങ്ങൾ തീർച്ചയായും കാണും. ദൈവം നിങ്ങൾക്ക് വാക്ക് തരുന്നു. അതിനാൽ എന്റെ മകനെ, മകളെ, തളർന്നു പോകരുത്. നീ മനോധൈര്യത്തോടെയിരിക്കെ, കാര്യങ്ങൾ ചെയ്യ്, നീ തുടർന്ന് പഠിക്ക്, നീ വിജയിക്കും. നീ തുടർന്ന് അധ്വാനിക്കണം, പ്രവർത്തിക്കണം. നിന്റെ കാര്യങ്ങളിൽ പരിപൂർണ അനുഗ്രഹമുണ്ടാകും. നീ തുടർന്ന് പരിശ്രമിക്കും തോറും ആ കാര്യം അനുഗ്രഹമുള്ളതാകും. അതുകൊണ്ട് തളരാതിരിക്കുവിൻ, മനോധൈര്യമുള്ളവരാകൂ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ബലമുണ്ട് എന്ന് യഹോവ പറയുന്നു. ചിലര് വന്ന് പറയാറുണ്ട്, ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും എന്താണ് പ്രയോജനം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മാർക്ക് കിട്ടുന്നതേയില്ലല്ലോ. ഞാൻ രാത്രി മുഴുവനും ഇരുന്ന് പഠിക്കുന്നു. അച്ഛനമ്മമാര് പറയും, എന്റെ മകൻ രാത്രി മുഴുവനും ഇരുന്ന് പഠിക്കുന്നുണ്ട്, എന്റെ മകൾ ഉറക്കളച്ചു പഠിക്കുന്നു, പക്ഷേ മാർക്ക് വളരെ കുറവാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ബലം കാണുന്നില്ലല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, എനിക്ക് പ്രമോഷനൊന്നും കിട്ടുന്നില്ല. വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ പ്രമോഷൻ കൊടുക്കുന്നു. ഞാൻ സത്യസന്ധതയോടെ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്നു. എന്റെ വയലില് ഞാൻ അതിരാവിലെ ചെന്ന് അധ്വാനിക്കുന്നു, പക്ഷേ കൊയ്ത്ത് കാലത്ത് ഒരു ബലവും കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, ആത്മാക്കളെ നേടാൻ സാധിക്കുന്നില്ലല്ലോ. അതേപോലെ തന്നെ ഇരിക്കുന്നു, ഒരു വളർച്ചയുമില്ലല്ലോ. തളർന്നിരിക്കുകയാണ് അല്ലേ? ദൈവം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്റെ മകനെ, മകളെ, നിന്റെ പ്രവൃത്തികളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തക്ക കാലത്ത് അതിനുള്ള ബലം ഞാൻ നിനക്ക് കൽപ്പിക്കും. അതുകൊണ്ട് തളരാൻ പാടില്ല. നിന്റെ പ്രവൃത്തികൾക്ക് ബലമുണ്ട് എന്ന് ദൈവം പറയുന്നു. വിശ്വാസത്തോടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കൂ, വിട്ടുകളയരുത്. കാര്യങ്ങൾ അനുഗ്രഹമുള്ളതാകുന്നത് നിങ്ങൾ കാണുന്നതാണ്. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്ക ബലം നിങ്ങളെ അന്വേഷിച്ചു വരും. നമ്മുടെ പ്രവൃത്തിക്ക് തക്ക ബലം നൽകുന്ന ദൈവം നമുക്കുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അതിനാൽ ധൈര്യത്തോടെ പറയൂ, ദൈവമേ, ഞാൻ തളർന്നു പോവുകയില്ല, ക്ഷീണിക്കുകയില്ല, ഇനിയും ഞാൻ അധ്വാനിക്കുന്നതാണ്, എന്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കാണും എന്ന് വിശ്വസിക്കൂ. അത്ഭുതം നടക്കും. ദൈവമേ, ഈ മകനോടും മകളോടും അങ്ങ് സംസാരിച്ചു. അവർ തളർന്നിരിക്കുന്നു, അവരെ ബലപ്പെടുത്തണമേ. തളർന്നിരിക്കുന്ന കൈകളെ ബലപ്പെടുത്തണമേ. അവരുടെ പ്രവൃത്തിക്കുള്ള ബലം വേഗം കണ്ട് സന്തോഷിക്കാനാക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.